എല്ലാവരും പറയുന്നത് പോലെ MK സാനു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ അത് അത് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ വിട പറയുന്നു എന്നുള്ളതാണ്. ഈ 98 വയസ്സുണ്ടായിരുന്നു പ്രൊഫസർ MK സാനുവിന്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഈ മരണം സംഭവിച്ചത്. ഏതാണ്ട് 5:30 കൂടി മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, പ്രൊഫസർ MK സാനുവിൻ്റെ ഭൗതികദേഹം ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ തന്നെയാണോ? ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? പൊതുദർശനം ഉണ്ടാകും സ്വാഭാവികമായും. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? സംസ്കാരം എപ്പോഴാണ്? അത്തരം വിവരങ്ങൾ. നിലവിലിപ്പോൾ സാനു മാഷിന്റെ ഭൗതികദേഹം അതിപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ തന്നെയാണുള്ളത്. വൈകാതെ ബന്ധുക്കളെത്തി പൊതുദർശനവും അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ കൊച്ചിയിലും സാംസ്കാരിക മുഖമായി തന്നെ വളർന്ന ഒരു ആളായിരുന്നു MK സാനു. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയായിരുന്നു ജനനം. 4 വർഷത്തോളം സ്കൂൾ അധ്യാപകൻ, പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. 1958 5 ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1983 അദ്ദേഹം അധ്യാപനത്തിൽ വിരമിച്ചു. അതിനുശേഷം പിന്നീട് സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ സാമൂഹ്യ സാഹിത്യ രംഗത്തൊക്കെ തന്നെ നിറഞ്ഞുനിന്ന ഒരു വ്യക്തിത്വമാണ്. 1987 എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചത്. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലെ ഏതാണ്ട് 40ഓളം കൃതികളുടെ കർത്താവാണ് MK സാനു. എന്തായാലും അദ്ദേഹത്തിന് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കൊച്ചിയിലെ സാംസ്കാരിക വേദിയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി നിർത്തി സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ, പ്രത്യേകിച്ചും സാഹിത്യ രംഗത്തുമെല്ലാം തന്നെ അദ്ദേഹം കൊച്ചിയിലെ വിവിധ വേദികളിൽ നേരിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ അടുത്തായിരുന്നു അദ്ദേഹത്തിന് ചില അസുഖം തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 5:35 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നിലവിലിപ്പോൾ പൊതുദർശനം അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം ഒരു വ്യക്തത വരും. എന്തായാലും ബന്ധുക്കളും എല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞുന്ന വ്യക്തിത്വമാണ്. 98 വയസ്സാണ് MK സാനുവിന് ഉണ്ടായിരുന്നത്. ഈ വിയോഗം സ്വാഭാവികമായിട്ടും സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ സാഹിത്യ രംഗത്തൊക്കെ തന്നെ നികത്താനാവാത്ത നഷ്ടം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കൊച്ചിയിലെല്ലാം തന്നെ നേരത്തെ പല വേദികളിലും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ പോലും അതൊക്കെ മാറ്റിവെച്ച് നേരത്തെ തന്നെ പല വേദികളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി തന്നെ ലൂസിഫർ എമ്പുരാൻ എന്ന സിനിമ അത് വലിയ രാഷ്ട്രീയ വിവാദമായപ്പോൾ തന്നെ അത് നേരിട്ട് കാണാനായി വർഷങ്ങൾക്ക് ശേഷമാണ് MK സാനു ഒരു സിനിമ നേരിട്ട് കാണാനായി തന്നെ അദ്ദേഹം തിയേറ്ററിലേക്ക് വരുന്നത്. അതിൽ ആ ഒരു സിനിമ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഈ 98 വയസ്സിലും അദ്ദേഹം അത്തരം ചില രാഷ്ട്രീയ നിലപാട് പറയാനും ധൈര്യം കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് MK സാനു. എന്തായാലും ഈ ഒരു വിയോഗം നേരത്തെ മിനിസ്റ്റർ P രാജു വ്യക്തമാക്കിയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ചൊരു ആൾ കൂടിയാണ്. എന്തായാലും സാഹിത്യ രംഗത്ത് നികത്താനാവാത്ത നഷ്ടം എന്ന് തന്നെ പറയാം. അല്പസമയത്തിന് തന്നെ പൊതുദർശനവും അതോടൊപ്പം സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും.